ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു സിൽവർ നെറ്റിപ്പട്ടം, അതും മയിൽപ്പീലി സിൽവർ നെറ്റിപ്പട്ടം ഗോൾഡ് മിക്സായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതുപോലെ എന്തൊക്കെ സാധനങ്ങളാണ് ഈ ഒരു കിറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതെന്നും നോക്കാം. ഇതൊരു 2.5 ഫീറ്റ് നെറ്റിപ്പട്ടമാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യമായിട്ട് തന്നെ നമുക്കുള്ളത് നമ്മുടെ ഫില്ലിംഗ് ബീഡ്സ് ആണ്. അത് ഞാൻ ഈ പ്രാവശ്യം കട്ട് ചെയ്യാതെയാണ് വാങ്ങിയത്. കട്ട് ചെയ്യാതെ വാങ്ങുന്നതിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 20 to 30 റുപ്പീസ് ഒരു പാക്കറ്റിന് വ്യത്യാസം വരുന്നുണ്ട്. കട്ട് ചെയ്തതിന് അത്രയും കൂടുതലും കട്ട് ചെയ്യാത്തതിന് അത്രയും കുറവുമായിരിക്കും. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി വലിയ ഫീറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് ഇത്രയും കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും. വലിയ ഫീറ്റൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്ത് തന്നെ മേടിക്കുന്നതാണ് നല്ലത്. കുറേ പ്രാവശ്യം നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോഴത്തേന് നമ്മുടെ കൈക്ക് കത്രികയുടെ സൈഡൊക്കെ കൊണ്ടിട്ട് കൈക്ക് വേദനയൊക്കെ എടുക്കും. അപ്പോൾ അതുപോലെ ഫില്ലിംഗ് ബോൾസും നമ്മൾ മേടിച്ചിരിക്കുന്നത് കട്ട് ചെയ്യാതെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇത്രയുമാണ് നമുക്ക് ഇത് ഫില്ല് ചെയ്യാനുള്ള ബോൾസും ടോട്ടൽ വന്നിരിക്കുന്നത്. അടുത്തത് ചന്ദ്രക്കലയാണ്. ചന്ദ്രക്കല ഒരു പീസാണ് നമുക്ക് വന്നിരിക്കുന്നത്. ചെറിയ നെറ്റിപ്പട്ടല്ലേ, അപ്പോൾ 7 പീസ്. നമ്മൾ 6 ഫീറ്റൊക്കെ ചെയ്തപ്പോൾ 11 പീസോളം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒറ്റ സംഖ്യയിൽ എത്ര വേണേലും ചെയ്യാം കേട്ടോ. 3, 5, 7, 9, 11 അങ്ങനെ നമുക്ക് ഈ ഒരു ഇത് ചെയ്യാവുന്നതാണ്. ചന്ദ്രക്കല വരുന്നത് നമുക്കറിയാം. നമ്മളിത് ഒട്ടിക്കുന്നത് വലുതിൽ നിന്ന് ചെറുതിലേക്കാണ്. അതായത് ത്രിമൂർത്തിയുടെ അവിടെ നിന്ന് വലുത് തുടങ്ങി താഴെ മൂലഗണപതിയുടെ അവിടെ ആകുമ്പോഴത്തേന് ചെറുതാവും. ഇത് നമ്മൾ സിൽവറാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് സിൽവർ ലേസാണ് കൂടെ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഗോൾഡൻ ആണെങ്കിൽ നമുക്ക് ഗോൾഡൻ കളർ ലേസാണ് വരുന്നത്. ഇത് നമുക്ക് 2.5 ഫീറ്റ് ആണെങ്കിൽ ഞാനൊരു ടോട്ടൽ 3 ഫീറ്റ് അങ്ങനെ 3.5 വരുന്ന പോലെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഫില്ലിംഗ് ബീഡ്സും കൂടെ കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയ ത്രെഡ് ഈ റെഡാണ്. അതായത് നമുക്ക് തൂക്കാൻ വേണ്ടിയിട്ടുള്ള ത്രെഡ്. അതുപോലെ തന്നെ 2 ഫെവി ബോണ്ട് പശയാണ് കിട്ടിയിട്ടുള്ളത്. വലുതിന് നമുക്ക് ഏകദേശം ഒരു 100 റുപ്പീസും അതുപോലെ തന്നെ ചെറുതാകുമ്പോൾ നമുക്കൊരു 35 റുപ്പീസുമാണ് വരുന്നത്. അങ്ങനെ 2 എണ്ണമാണ് നമുക്ക് പശ കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ. ചെറുതിന് 55 കേട്ടോ. അതുപോലെ തന്നെ വലുതിന് 100 ആണ്. പിന്നെ ഇവർ കിറ്റിൽ തന്നിരിക്കുന്നതുകൊണ്ട് നമ്മളങ്ങനെ സെപ്പറേറ്റ് നോക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ ത്രെഡാണ്. ഇപ്പം സിൽവർ അതുപോലെ മയിൽപ്പീലി വരുന്ന നെറ്റിപ്പട്ടാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് 2 കളർ ത്രെഡ് മതി. ബ്ലൂവും ഗ്രീനും വരുന്നത് 2 കളറ്. അപ്പോൾ നമ്മൾ ആ കുഞ്ചലത്തിൽ യൂസ് ചെയ്യാനായിട്ട് വേണ്ടി മാത്രം നമുക്ക് മതി. ബാക്കി നമ്മൾ സൈഡിലൊക്കെ മയിൽപ്പീലിയാണല്ലോ കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു പാക്കറ്റിൽ നമുക്ക് 6 ത്രെഡാണ് വരുന്നത്. ഇനി നമുക്ക് സൈഡ് ബീഡ്സ് ആണ്. അപ്പോൾ ഞാൻ ഈ ഒരു കോമ്പിനേഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡ് ബീഡ്സ് അതുപോലെ തന്നെ മെയിൻ സാധനങ്ങളെല്ലാം നമുക്ക് ഗോൾഡൻ കളറിലും അതുപോലെ തന്നെ സിൽവർ നമ്മൾ ഫില്ല് ചെയ്യാനായിട്ടുമാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ക്ലോത്തും നമ്മൾ സിൽവറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഫില്ലിംഗ് ബീഡ്സ്. അതൊരു 2 ലെയർ ആയിട്ട് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്കിതൊരു 4 പാക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അടുത്തത് വന്നിട്ട് ത്രിമൂർത്തിയാണ്. ത്രിമൂർത്തിയും അതിൻ്റെ ആ ഒരു ചൂരൽപ്പൊളിയും കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ട് എനിക്കിതുവരെ ഈ ഒരു ത്രിമൂർത്തിയുടെ ചൂരൽപ്പൊളി സെറ്റ് കിട്ടിയിട്ടില്ല കേട്ടോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഒട്ടിക്കുമ്പോഴത്തേന് അതിൻ്റെ ആ ഒരു കർവ് വരുന്ന സ്ഥലമുണ്ടല്ലോ, ആ കർവ് വരുന്ന സ്ഥലത്ത് നമുക്ക് ഈ ഒരു കറക്റ്റ് ഷേപ്പിൽ ഈ ചൂരൽപ്പൊളി ഒട്ടിച്ചെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് സമയം എടുക്കുമായിരുന്നു. അപ്പോൾ ഈ തവണ നമുക്ക് ത്രിമൂർത്തിയുടെ ചൂരൽപ്പൊളിയും ഇങ്ങനെ സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. നമുക്ക് കുറച്ച് ടൈം എടുക്കും. അതുപോലെ ഷേപ്പ് കിട്ടിയില്ലെങ്കിലും അതൊരു വൃത്തികേടായിട്ട് വരും. ഇനി ബാക്കി നമ്മുടെ സരസ്വതി ലക്ഷ്മിയുടെയൊക്കെ വലിയ ചൂരൽപ്പൊളികളും സൈഡ് നവഗ്രഹം സപ്തർഷിയുടെയൊക്കെ ചെറിയ ചെറിയ ചൂരൽപ്പൊളികളുമാണ് പിന്നെ വരുന്നത്. ഇതെല്ലാം നമ്മൾ സെറ്റായിട്ട് തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. സെറ്റായിട്ടല്ലാതെയും കിട്ടും കേട്ടോ. ഓരോ സെപ്പറേറ്റ് ആയിട്ട് പിന്നെ നമ്മളത് ഒട്ടിക്കുന്ന പോലെയൊക്കെ വരും. ഇത് നവഗ്രഹങ്ങൾ അല്ലെ സപ്തർഷികളൊക്കെ വരുന്നതാണ് ഇത്. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, മുറിച്ച് എടുക്കണം. ഓരോ ബോൾസ് ആയിട്ട് സെപ്പറേറ്റ് മുറിച്ചായിട്ട് നമ്മൾ എടുക്കേണ്ടി വരും. അടുത്തത് കുഞ്ചലാണ്. ഇത് പിന്നെ നമ്മുടെ ലക്ഷ്മി പാർവതി സരസ്വതിയുടെ ഒക്കെ വലിയ ബോൾസാണ് പിന്നെ വരുന്നത്. മൂലഗണപതിയൊക്കെ അങ്ങനെ വലിയ ബോൾസാണ് പിന്നെ വരുന്നത്. പിന്നെ നമുക്ക് അഷ്ടവസ്തുക്കൾ നവഗ്രഹങ്ങളുടെയൊക്കെ
കുഞ്ഞ് ബോൾസ്, അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രക്കലയുടെ ഇടയ്ക്ക് നമ്മൾ വെക്കുന്ന ബോൾസ്, അതൊക്കെയാണ് ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. അതുപോലെ തന്നെ കട്ട് ചെയ്യുമ്പം അതിൻ്റെ ആ ഒരു അറ്റത്തുണ്ടല്ലോ, അറ്റത്ത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് നീണ്ടു നിൽക്കാതെയൊക്കെ നോക്കണം. ഇത് നമ്മുടെ ആ ഒരു ഹെഡിങ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇതൊരു നമുക്ക് 8 പീസുണ്ട്. 8 പീസും വയ്ക്കണമെന്നില്ല, ഒരു 4 എണ്ണമൊക്കെ വെച്ചാൽ മതി. കാരണം നമ്മൾ ലേസും എല്ലാം കൂടെ വെച്ച് വരുമ്പം അതൊരു അഭംഗിയായിപ്പോൾ ഒത്തിരി വെച്ച് കഴിഞ്ഞാൽ 1 എണ്ണം 4 എണ്ണം വെച്ചാലും മതി നമുക്ക്. പിന്നെ വരുന്നത് നമ്മുടെ സിൽവർ ക്ലോത്താണ്. ഗോൾഡൻ ആണെങ്കിൽ നമ്മൾ ഫുൾ ഗോൾഡൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സ്ഥാനത്ത് നമുക്ക് ഗോൾഡൻ ക്ലോത്താണ് വരുന്നത്. ഇത് സിൽവർ ക്ലോത്താണ് വരുന്നത്. അടുത്തായിട്ട് നമുക്ക് വരുന്നത് വെൽവെറ്റ് ആണ്. ഇതൊരു ബ്ലൂ വെൽവെറ്റ് ആണ്. നമ്മൾ സിൽവർ ആണല്ലോ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്കിവിടെ എന്ത് വരും, റെഡ് വെൽവെറ്റ് വരും. അടുത്തത് ഫോം ഷീറ്റ്, അല്ലെങ്കിൽ നമുക്കിവിടെ ക്യാൻവാസ് ആണ് കിട്ടുന്നത്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഫോം ഷീറ്റാണ്. ഈ ഫോം ഷീറ്റിലാണ് നമ്മൾ ഷേപ്പ് വരച്ചിട്ട് ആദ്യം കട്ട് ചെയ്യാൻ പോകുന്നത്. ഫോം ഷീറ്റും ക്യാൻവാസും നല്ലതാണ്. എനിക്കൊന്ന് ഫോം ഷീറ്റിന് കുറച്ചും കൂടെ റേറ്റ് കുറവുണ്ട്. മീറ്ററിന് ഏകദേശം ഒരു 50-60ഒക്കെയാണ് ഫോം ഷീറ്റിന് വരുന്നത്. ക്യാൻവാസ് ആകുമ്പോൾ ഒരു 100-100ന് മേളിലൊക്കെ പോവും. നമ്മുടെ പ്രധാന താരമായിട്ടുള്ള മയിൽപ്പീലി, ഇതിപ്പം നമ്മൾ ഒരു എത്രയാണ്, ഇതൊരു 120 മയിൽപ്പീലിയോളം ഉണ്ട്. ഒരെണ്ണത്തിന് 12 to 15 റേറ്റ് വരുന്നുണ്ട് നമ്മൾ ഓരോ സ്ഥലത്തുനിന്ന് വാങ്ങുന്നതിനനുസരിച്ച്. ഇതിന് 12 രൂപയാണ് ഒരെണ്ണത്തിന് വന്നിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് മയിൽപ്പീലി നെറ്റിപ്പട്ടം ചെയ്യാൻ പോകുന്നത് സിൽവർ കോമ്പിനേഷനിൽ. എനിക്കതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ് അത് ഫൈനൽ റിസൾട്ട് എങ്ങനെ ആയിരിക്കുമെന്ന്. മയിൽപ്പീലി പലയിടത്തും പല റേറ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ഓൺലൈനിലാകുമ്പോൾ 10 എണ്ണത്തിന് 200 സംതിങ് ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നു, ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഇതിലെ വന്നവരുണ്ടല്ലോ അവരോട് വാങ്ങിയതാണ്. ഇതിൽ റേറ്റ് കുറച്ച് എനിക്ക് തോന്നുന്നു ചിലപ്പം നെറ്റിപ്പട്ടം സാധനങ്ങളൊക്കെ വിൽക്കുന്നവരുടെ കയ്യിൽ ഇതിൽ കുറച്ചും കൂടെ റേറ്റ് കുറച്ച് ഹോൾസെയിലിൽ കിട്ടുമായിരിക്കും. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ വാങ്ങുന്നതാണ് നല്ലത്. കാരണം നമ്മൾ ഫീറ്റ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഈ ഒരു മയിൽപ്പീലിയും കൂടുതൽ വേണമല്ലോ. പിന്നെ ഇത് നമ്മുടെ ബോൾസ്, അതായത് ഞാൻ പറഞ്ഞല്ലോ ഇത് കിറ്റായിട്ടാണ് വാങ്ങിയെന്ന്, കട്ട് ചെയ്യാതെ അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ കാണുന്നത് കേട്ടോ. അത് ഫുൾ കട്ട് ചെയ്തിട്ടില്ല, ഇനിയും കട്ട് ചെയ്യാനായിട്ട് ഇരിപ്പുണ്ട്. കുറച്ച് ഞാൻ കട്ട് ചെയ്ത് വെച്ചാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഫുള്ള് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് അതുപോലെ തന്നെ സൈഡൊക്കെ ഒട്ടും, അതായത് അതിൻ്റെ ആ ഒരു നീളത്തിലുള്ള ആ ഒരു പോർഷനൊന്നും ഒട്ടും ഇല്ലെന്ന് നോക്കണം, അല്ലെങ്കിൽ നമ്മൾ ഒട്ടിക്കുമ്പോഴത്തേന് അതിങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുമ്പോൾ ഒരു ഭംഗിയില്ല. അതുപോലെ നമ്മുടെ ഫില്ലിംഗ് ബീഡ്സും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.